നമസ്കാരം. ഒടുവിൽ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ ടെലിവിഷൻ ചാനലുകൾ ഇടവേളയില്ലാതെ തത്സമയം പ്രക്ഷേപണം ചെയ്ത 2 മണിക്കൂർ വാർത്താ സമ്മേളനത്തോടെ ഇടത് സ്വതന്ത്ര MLA PV അൻവറിന്റെ പൊറാട്ട് നാടകത്തിന് ഏതാണ്ട് അവസാനമായിരിക്കുന്നു. ഇതുവരെ ചൊറിഞ്ഞതൊന്നും പാർട്ടി കിട്ടായിരുന്നില്ല, പാർട്ടിയിലെ പുഴുക്കുത്തുകൾ കിട്ടാണ് പോലും. പക്ഷെ ആ പുഴുക്കുത്തുകൾ ആരെന്ന് പറയില്ല. അതായത് ഈ നാടകം സ്ഥിരം കണ്ടു നിന്നവർക്ക് മനസ്സിലാകും ഈ കളിയുടെ പോക്ക് എങ്ങോട്ടാണെന്ന്. മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ അടക്കം ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് മുന്നണി ബന്ധം ഉപേക്ഷിച്ചു, MLA സ്ഥാനം രാജിവെക്കില്ലത്രേ. ഇതോടെ പുറത്തു വരുന്നത് അൻവറിന്റെ പോരാട്ടം എന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച ഈ നീക്കം കൃത്യമായ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു. കോൺഗ്രസുമായി അൻവർ ഒത്തുചേർന്ന് കളിച്ച വെറും ഒരു പൊറാട്ട് നാടകം മാത്രം. അതിന്റെ ചൂട് ആറാതിരിക്കാനായി കൂടെ വാർത്താ സമ്മേളനങ്ങളും ആരോപണങ്ങളും. ശരിക്കും ഒരു മുഖംമൂടി അണിഞ്ഞ അൻവർ നൈസായിട്ട് താങ്ങിയത് ആരെയൊക്കെയാണെന്ന് അറിയാവോ? പാവം നിലമ്പൂരുകാരെ, അതായത് തന്നെ വാഴ്ത്തിപ്പാടി നടന്ന അണികളെ. അതാണ് ശരിക്കും ഉണ്ടായത്. കോൺഗ്രസുമായി അൻവർ അണ്ടർഗ്രൗണ്ടിലൂടെ ലൈൻ വലിച്ചത് പാവം നിലമ്പൂരുകാർ അറിഞ്ഞില്ല. എന്തായാലും ഇനി വീണ്ടും പൊതുസമ്മേളനം വിളിച്ചിരിക്കുകയാണ് അൻവർ. കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇനി CPM-മായി ഒത്തുപോകാൻ കഴിയില്ലെന്ന് വിക്കറ്റ് അൻവർ പരസ്യമായി പ്രഖ്യാപിച്ചു. ഇതോടെയാണ് ആ രഹസ്യം, അതായത് ഉള്ളിലിരിപ്പ് പുറത്തു വന്നത്. അത് മറ്റൊന്നുമല്ല, പുതിയ ഒരു പാർട്ടി പ്രഖ്യാപിക്കും, അതിന് മാറ്റമില്ല. അതായത് ആളില്ലാത്ത പുതിയ പാർട്ടി പ്രഖ്യാപിച്ച ശേഷം തന്റെ പഴയ തട്ടകമായി UDF-ലേക്ക് തന്നെ അങ്ങ് ചേക്കേറും. നേരത്തെ അൻവറിനെ കോൺഗ്രസിലേക്ക് വേണ്ട എന്ന നിലപാടെടുത്തിരുന്ന നേതാക്കൾ കളം മാറ്റി ചവിട്ടി തുടങ്ങി. പുതിയ തീരുമാനം എടുത്തു കഴിഞ്ഞു. അൻവർ വീണ്ടും കോൺഗ്രസിലെത്തിയാൽ കിട്ടുന്ന നേട്ടങ്ങളെ കുറിച്ച് കോൺഗ്രസിനുള്ളിൽ ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു. 2025 നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് ഒരു മികച്ച സീറ്റ് അൻവറിന്റെ തട്ടകത്തിൽ നിന്നേനു മുസ്ലിം സീറ്റ് പിടിച്ചെടുക്കാനാവും എന്ന കോൺഗ്രസ് തീരുമാനത്തിലാണ് ഇപ്പോ. മലപ്പുറത്തെ മുസ്ലിം ലീഗ് കോട്ട തകർക്കാൻ CPM ആവിഷ്കരിച്ച സ്വതന്ത്ര പരിഷ്കരണങ്ങളിലെ പ്രധാന അസ്ത്രങ്ങളിലായിരുന്നു PV അൻവർ. ഏറനാട്ടിലും പൊന്നാനിയിലുമൊന്നും ലീഗിനെ തറപറ്റിക്കാനായില്ലെങ്കിലും കോൺഗ്രസിൽ നിന്ന് വന്ന അൻവർ മലപ്പുറത്തെ കോൺഗ്രസ് കോട്ടകളിലൊന്നു തന്നെ തകർത്തുകൊണ്ട് 2016 നിലമ്പൂർ പിടിച്ചെടുത്തു. എന്നാൽ ഇനി അതേ നാണയം കൊണ്ട് തന്നെ കൈവിട്ടു പോയയിടം തിരികെ പിടിക്കാനുള്ള തീരുമാനത്തിലാണ് കോൺഗ്രസ്. രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ DNA പരാമർശം പരസ്യമായി പിൻവലിച്ചു മാപ്പ് പറഞ്ഞാൽ ആലോചിക്കാമെന്നായിരുന്നു KPCC അധ്യക്ഷൻ K സുധാകരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. കോൺഗ്രസിലേക്കുള്ള ഘർ വാപ്പസിക്കുള്ള വാതിൽ തുറന്നു കിട്ടിയാൽ കയറി ചെല്ലാനായി അക്കാര്യത്തിലും ഇന്നലെ അൻവർ വ്യക്തത വരുത്തിയിട്ടുണ്ട്. DNA പരാമർശം മാധ്യമങ്ങൾ വളച്ചൊടിച്ചതെന്നായിരുന്നു അൻവറിന്റെ വിശദീകരണം. രാഹുൽ ഗാന്ധിയുടെയും ഗാന്ധി കുടുംബത്തിന്റെയും മഹത്വം, സ്വന്തം കുടുംബവും പിതാവുമായുള്ള ബന്ധവും വാഴ്ത്തിപ്പാടാനും അദ്ദേഹം മറന്നില്ല. അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ ആയുധമാക്കി സർക്കാരിനെ ആക്രമിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഇപ്പൊ തിരക്കിട്ട് അൻവറിനെ മുന്നണിയിലെടുത്താൽ ഇത്തരത്തിലുള്ള പ്രതിരോധമൊന്നും മുന്നോട്ട് കൊണ്ടുപോകാനാവില്ലെന്ന തീരുമാനത്തിലാണ് കോൺഗ്രസ്. എന്തായാലും താമസിയാതെ അൻവറിന്റെ കോൺഗ്രസിലേക്കുള്ള ചേക്കേറ്റം ഉണ്ടാകും, അക്കാര്യത്തിൽ സംശയമില്ല.